ക്ലാസ് ടീച്ചർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുവാൻ കഴിയാത്ത ചോദ്യവുമായി ഒരു 6ാം ക്ലാസ്സുകാരൻ ഇരുമ്പ് പണിക്കാരനായിരിക്കുന്ന തൻ്റെ പിതാവിനെ സമീപിച്ച് ചോദിക്കുന്നു, അച്ഛാ, ഒരു മനുഷ്യൻ്റെ വില എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഹൗ ഡു വി നോ ദ വർത്ത് ഓഫ് എ മാൻ? എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ വില നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? ഇരുമ്പ് പണിക്കാരനായ അച്ഛൻ ഒരു ഇരുമ്പിൻ കഷ്ണം മകൻ്റെ മുൻപിൽ കാട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, മോനെ, നിൻ്റെ അഭിപ്രായത്തിൽ ഇതിന് എത്ര രൂപ കിട്ടും, വില കിട്ടും? ഹൗ മച്ച് വിൽ ഇറ്റ് കോസ്റ്റ്? എത്ര രൂപ കിട്ടും പറയുക, ഒരു ചെറിയ ഇരുമ്പിൻ കഷ്ണം. അവൻ പറഞ്ഞു, അച്ഛാ, ഏകദേശം ഒരു 50 രൂപ കിട്ടും. അവനോട് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക. കുറേ നേരം കഴിഞ്ഞിട്ട് ആ അച്ഛൻ മകനെ വിളിച്ചിട്ട് മനോഹരമായ ഒരു വാക്കത്തി അതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് രൂപപ്പെടുത്തിയ ശേഷം അവനോട് ചോദിക്കുന്നു, ഇപ്പോൾ ഈ ഇരുമ്പിൻ കഷ്ണം അല്ലെങ്കിൽ നിന്റെ മുൻപിൽ ഈ വിധത്തിൽ രൂപപ്പെട്ട വാക്കത്തിക്ക് എത്ര രൂപ കിട്ടും? അവൻ പറഞ്ഞു, 500 രൂപ. വീണ്ടും അവനൊരു ഇടവേള കൊടുത്ത ശേഷം കുറച്ച് സമയത്തിന് ശേഷം അവനെ വിളിച്ചിട്ട് മനോഹരമായ ഒരു കോടാലി രൂപപ്പെടുത്തിയതിന് ശേഷം ചോദിക്കുന്നു, ഇതിന് എത്ര രൂപ കിട്ടും? അവൻ പറഞ്ഞു, 1000 രൂപ കിട്ടുമച്ഛാ, കിട്ടുമാകാം. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ അച്ഛൻ മകനോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ആദ്യം കാട്ടിയ ഇരുമ്പിൻ കഷ്ണത്തിൽ നിന്ന് ഭേദപ്പെട്ട് അതിൻ്റെ വില വർദ്ധിക്കുവാൻ കാരണം? അവന് മറുപടിയില്ലായിരുന്നു. ടീച്ചറിൻ്റെ മുൻപിൽ നിന്നതുപോലെ അച്ഛൻ്റെ ചോദ്യത്തിൻ്റെ മുൻപിലും അവനിങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ ആ ബാക്കിയുള്ള ഇരുമ്പിൻ കഷ്ണം ആ ആലയിൽ, ആ തീയിൽ, ആ തീക്കുണ്ടത്തിൽ എരിഞ്ഞ് അതിൻ്റെ തീ നിറമാകുമ്പോൾ അതിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അപ്പൻ പറയുകയാണ്, ഈ വഴികളിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ ഉടയവൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ എന്തിൻ്റെയും വില വർദ്ധിക്കുകയുള്ളൂ, എന്തിൻ്റെയും മാറ്റ് വർദ്ധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വേദഭാഗവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്ത ആരംഭിക്കാം. നാം എന്തായിരിക്കുന്നു അതിൽ നിന്ന് നമ്മുടെ ഉടയവനായ ദൈവം തമ്പുരാൻ്റെ കരങ്ങളിൽ നാം എന്തായി തീരണം? ആ വിധത്തിൽ നമ്മെ തന്നെ സമ്പൂർണമായി തുറക്കുവാനും വിട്ടുകൊടുക്കുവാനും കഴിയുമ്പോൾ മാത്രമേ നമ്മളുടെ വില, അത് വ്യക്തിപരമായിട്ടാണെങ്കിലും കുടുംബ പശ്ചാത്തലത്തിലാണെങ്കിലും സാമൂഹ്യ തലങ്ങളിലാണെങ്കിലും സഭാസംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ അതിൻ്റെ വ്യക്തതയും ധാരണയും നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ തരുണത്തിൽ സത്യവേദ പുസ്തകത്തിലെ 8ാമത്തെ പുസ്തകമായ റൂത്തിൻ്റെ പുസ്തകം നാം ശ്രദ്ധിച്ചാൽ കനൽ വഴികളിലൂടെ യാത്ര ചെയ്തതും രൂപപ്പെട്ടതുമായ ചില ആളുകളുടെ ജീവിതാനുഭവങ്ങളെയാണ് നമുക്ക് വെളിവാക്കി തരുന്നത്. കനൽ വഴികളിലൂടെ യാത്ര ചെയ്തത് വന്യ തിരുമേനിമാർ നമ്മളോട് സംസാരിച്ചപ്പോൾ പ്രത്യേകിച്ച് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, ജീവിതം സുഗമമാകണമെങ്കിൽ ക്ലേശപൂരിതമായ അനുഭവങ്ങൾക്ക് മധ്യത്തിൽ തളർന്നു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ വചനബന്ധം വളരെ ശക്തമായിരിക്കണം. ഈ വചനകൂടാരം ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ക്രമപ്പെടുത്തിയിരിക്കുന്ന ഈ വചന കൂടാരത്തിൻ്റെ തണലിൽ നാം വരുമ്പോൾ ഈ ഒരു വ്യക്തത നമുക്കുണ്ടാകണം, ഈ ഒരു തുറക്കപ്പെടൽ നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, യഹൂദിയ ദേശത്തിലെ പ്രധാനവും പുരാതനവുമായ പട്ടണങ്ങളിൽ ഒന്നാണ് ബെത്ലഹേം. അപ്പത്തിൻ്റെ ഭവനം എന്നാണ് ഈ പട്ടണത്തെ അറിയപ്പെട്ടിരുന്നത്. അപ്പത്തിൻ്റെ ഭവനം. പേര് ഈ വിധത്തിൽ നിലകൊള്ളുമ്പോഴും ആ വേദഭാഗം നാം ശ്രദ്ധിച്ച് നോക്കിയാൽ കനത്ത ക്ഷാമം അഭിമുഖീകരിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ, കനത്ത ക്ഷാമം. നമുക്കറിയാം, വേദപുസ്തകം ആദ്യത്തെ പുസ്തകം മുതൽ വളരെ ചിട്ടയോടെ നാം ധ്യാനിക്കുവാൻ ശ്രമിച്ചാൽ ക്ഷാമത്തിൻ്റെ വഴികളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ച് തിരുവെഴുത്ത് വളരെ സവിസ്തരമായി പ്രസ്താവിച്ചിരിക്കുന്നതിനെക്കുറിച്ച് കാണാൻ സാധിക്കും. സമയക്കുറവ് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ലെങ്കിലും ഉൽപ്പത്തി പുസ്തകം 12ാമത്തെ അധ്യായത്തിൻ്റെ 10ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ കാലത്ത് ക്ഷാമമുണ്ടായതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. മിസ്രൈമിലേക്ക് യാത്ര ചെയ്ത സംഭവം.
ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അദ്ദേഹത്തിൻ്റെ മകനായ ഇസാക്കിൻ്റെ കാലത്തും ക്ഷാമമുണ്ടായപ്പോൾ തങ്ങളായിരുന്ന സ്ഥലത്ത് നിന്ന് ഫിലിസ്ത്യ ദേശത്തേക്ക് യാത്ര ചെയ്തതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് വായിക്കാൻ കാണും, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പശ്ചാത്തലത്തിൽ ആളുകൾ നിലനിൽപ്പിനായി പലയിടങ്ങളിലേക്കും യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ അപ്പത്തിൻ്റെ നാടായ ബെത്ലഹേമിൽ നിന്ന് അനേക കുടുംബങ്ങൾ പലയിടങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ ജീവനെയും ജീവിതത്തെയും സാരമായി ബാധിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും അവരോടൊപ്പം ഈ പട്ടണത്തിൽ നിന്ന് ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് യാത്രയായ എലിമേലെക്ക്, ഭാര്യ നവൂമി, 2 ആൺമക്കൾ യാത്രയായിരിക്കുകയാണ്. യാത്ര തിരിക്കുമ്പോൾ എന്താണ് അവരുടെ മാനസിക വികാര വിചാരങ്ങൾ? മറ്റുള്ളവരെ കുറിച്ചൊന്നും നമുക്കറിയാൻ പാടില്ലല്ലോ, അവിടെ രേഖപ്പെടുത്താത്തതുകൊണ്ട് ആരെല്ലാം എവിടേക്ക് പോയെന്നുള്ളതിനെ കുറിച്ച്. എന്നാൽ ഈ കുടുംബത്തിൻ്റെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന ഈ കുടുംബത്തിൻ്റെ മാനസിക വികാര വിചാരങ്ങൾ എന്തായിരിക്കാം? ഒരുപാട് സ്വപ്നങ്ങൾ അവരുടെ മനസ്സിലുണ്ട്, ഒരുപാട് പ്രതീക്ഷകൾ അവരുടെ മനസ്സിലുണ്ട്. ഈ ക്ഷാമം അനുഭവിക്കുന്ന ഇടങ്ങളിൽ നിന്ന് യാത്ര ചെയ്തു കഴിഞ്ഞാൽ പ്രതീക്ഷയ്ക്കുള്ള വക ഞങ്ങൾക്ക് സ്വായത്തമാക്കുന്നതിനായിട്ട് സാധിക്കും. അവിടെ ചെന്നു. എന്നാൽ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായതാണ് അന്യദേശത്ത് ചെല്ലുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഈ പന്തലിൻ്റെ കീഴിൽ കുടുംബ വർഷമായി നാം ഓർക്കുകയും നമ്മളോട് സംസാരിക്കുന്ന വാക്കുകൾ നമ്മളുടെ കുടുംബാംഗങ്ങൾക്കും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ചുറ്റുപാടുകൾക്കും എല്ലാവർക്കും എങ്ങനെയാണ് പ്രയോജനപ്പെടുക? അത്തരുണത്തിൽ നമ്മൾക്ക് ഈ വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പ്രതീക്ഷകൾക്ക് വിരുദ്ധമായതാണ് അന്യദേശത്ത് ചെല്ലുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അതെന്താണെന്ന് നാം ചിന്തിച്ചാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 3 കല്ലറകൾ കെട്ടേണ്ടി വന്ന സാഹചര്യങ്ങൾ. 3 കല്ലറകൾ. കയ്യിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ ഇപ്പോൾ വായിക്കണ്ട, വീട്ടിൽ ചെന്ന് ഈ ദിവസങ്ങൾ വചനധ്യാനത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. സാവധാനതയിൽ ദൈവം നമ്മളോട് സംസാരിക്കത്തക്ക വിധത്തിൽ തുറന്ന് വായിക്കുക. മുൻപിൽ നിന്ന് ചുവടുകൾ വെച്ച എലിമേലെക്ക്, 2 മക്കൾ, ആൺമക്കൾ. ഈ അർത്ഥത്തിൽ ബേത്ലഹേമിൽ അനുഭവിച്ച യാതനകളേക്കാൾ ഒട്ടും ചെറുതല്ല ഒരന്യദേശത്ത് പ്രതീക്ഷകളുമായി വളരെ ആഗ്രഹങ്ങളുമായി പോയ ഈ കുടുംബം അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ഇവർ നാട് വിടേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് ഞാൻ ഒരുപാട് ചിന്തിക്കാൻ ശ്രമിച്ചു. ബേത്ലഹേം അപ്പമില്ലാത്ത ഭവനമായി മാറിയതാണ് അതിനൊരു കാരണം എന്നതാണ് എൻ്റെ ഈ എളിയ ബുദ്ധിയിൽ നിങ്ങളോട് ചേർന്ന് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത്. അപ്പത്തിൻ്റെ നാടായിരിക്കുന്ന ബേത്ലഹേം അപ്പമില്ലാത്ത നാടായി, ക്ഷാമത്തിൻ്റെ നാടായി മാറിയിരിക്കുകയാണ്. അപ്പമില്ലാതെ വന്നാൽ എന്ത് സംഭവിക്കും? നിലനിൽപ്പിനെ ബാധിക്കും. കുറച്ചുകൂടെ നമ്മൾ മുൻപിലോട്ട് പോകുവാൻ ശ്രമിച്ചാൽ അത് നമ്മളുടെ ജീവന് തന്നെ ഭീഷണിയായി തീരും. ഈ ചിന്താ വിഷയത്തോടുള്ള ബന്ധത്തിൽ, ഈ കുടുംബവർഷമായി ചിന്തിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാനതിനെ ലോകപരമായ അപ്പത്തേക്കാൾ ഒരു ആത്മീയ അവസ്ഥകളെ വെളിപ്പെടുത്തുവാനായി ഞാൻ ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കേവലം പേരിന് മാത്രം നിലകൊള്ളേണ്ടതാണോ സഭയും ദേവാലയങ്ങളും കുടുംബവും വ്യക്തികളും ഒക്കെ? നമ്മളുടെ സുഖവും സന്തോഷവും മാത്രമാണോ ദൈവം ഒരു ദേശത്ത് നമ്മളെ നട്ടിരിക്കുന്നതിലൂടെ പ്രതീക്ഷിക്കുന്നത്? ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, വയനാടിനെ ഓർക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്തുവെങ്കിൽ ആരെങ്കിലുമൊക്കെ ആ വേദനകളുടെ മധ്യത്തിൽ കണ്ണടച്ചവരായി ഈ പന്തലിൻ്റെ കീഴിലുണ്ടോ? അതുകൊണ്ടാണ് അഭിമന്യ മക്കാറിയോസ് തിരുമേനി പറഞ്ഞത്, മാനസാന്തരപ്പെടുക എന്ന് പറയുന്ന വാക്കുകളിലൂടെ അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ സാധാരണ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ഒരു വാക്ക് ഇങ്ങനെയാണ്, കണ്ണടച്ച് ഇരുട്ടാക്കരുത് എന്ന് പറയുന്ന ഒരു പ്രയോഗം. കണ്ണടച്ച് ഇരുട്ടാക്കരുത്, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. നമുക്കറിയാം, ഈ ലൈറ്റെല്ലാം ഇപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രകാശം അവസാനിക്കുന്നതിലൂടെ അന്ധകാരം ആരുടെയും അനുവാദം കൂടാതെ മൂടുകയാണ്. കാരണം
ഒരു ദിവസത്തിൻ്റെ പകുതി സമയം വെളിച്ചത്തിൽ ചരിപ്പാൻ ഇടയാകുമ്പോൾ പകുതി വിശ്രമത്തിനായി സകല ജീവജാലങ്ങൾക്കും വൃക്ഷലതാദികൾക്കും പക്ഷിമൃഗാദികൾക്കുമൊക്കെ ദൈവം കൊടുത്തിരിക്കുന്ന നൽവരം അങ്ങനെയുള്ള ഒരു ഇരുട്ടിൻ്റെ തണലാണ് രാത്രി, അല്ലെങ്കിൽ അന്ധകാരം അനുഭവം. ആ വിധത്തിൽ നമ്മൾ വരുന്നത് കണ്ടിട്ടുണ്ട്. പ്രാരംഭ വാക്യത്തിൽ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട അച്ഛൻ ഓർത്തു, പാപാന്ധകാരത്തിൽ നിന്ന് ഒരു വിടുതൽ കർത്താവെ ഞങ്ങൾക്ക് നൽകണം. അച്ഛൻ അത് ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചപ്പോൾ ട്രീജനച്ഛൻ പ്രാർത്ഥിച്ചതാണ്. പാപാന്ധകാരമുണ്ട്, അജ്ഞാനാന്ധകാരമുണ്ട്. അതുകൊണ്ട് ഈ ഒന്നാം ദിവസം ഈ വചനകൂടാരത്തിൻ്റെ തണലിൽ നിന്ന് ഞാനും നിങ്ങളും ഈ വാക്കുകൾ കേട്ടിട്ട് ഭവനത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഞാൻ ഏത് തലങ്ങളിലാണ് എൻ്റെ അവസ്ഥ കുടുങ്ങിക്കിടക്കുന്നത് അത് നാം കാണുകയും നമ്മെ മൂടിയിരിക്കുന്ന അന്ധകാര അനുഭവങ്ങളിൽ നിന്ന് നാം പുറത്തു വരികയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പകലിലും ഇരുട്ടുണ്ടാകുന്ന അനുഭവങ്ങളുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ കണ്ണൊന്നടച്ചാൽ മതി, നമ്മൾ നിൽക്കുന്ന സ്ഥലം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും. കുറച്ചുകൂടെ അതിനെ മാറ്റി പറഞ്ഞാൽ, കുറച്ചുകൂടെ ഒരു ആശയം വ്യക്തമാക്കുവാൻ പറഞ്ഞാൽ, കാണേണ്ട കാര്യങ്ങളെ കാണാതെ മനഃപൂർവ്വം പരിശ്രമിക്കുന്നതിനാണ് കണ്ണടച്ചിരുട്ടാക്കുക എന്ന് പറയുന്നത്. ഒരു വചനവും കണ്ണടച്ചിരുട്ടാക്കാനായിട്ടുള്ളതല്ല പ്രിയപ്പെട്ടവരെ. ഒരു വചനവും നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ഓടി മറയുവാനായിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. You are the light of this world. At the same time, you are the salt of this earth, which means you are the part of this society. You have so many responsibilities in this society, in your church, in your home. You must realize what is your role and what is your responsibility in your church, in your society, in your home എന്ന് കർത്താവ് നമ്മളോട് പറയുവാനായിട്ട് ശ്രമിച്ചത്. നമുക്ക് ചില കടപ്പാടുകൾ ഉണ്ട് എന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ കണ്ണടച്ചാൽ എന്ത് സംഭവിക്കും? നമ്മളെ തന്നെ അനുഗ്രഹിച്ച് ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമുക്കെന്ത് സംഭവിക്കും? സമൂഹത്തിന് എന്ത് സംഭവിക്കും? ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ മുൻപിൽ അല്ലെങ്കിൽ കൺമുൻപിൽ പൊലിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. കണ്ണടയ്ക്കുന്നവരാണ് എല്ലാവരും എന്നുള്ള അർത്ഥത്തിലല്ല. ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ കണ്ണു തുറക്കുന്ന നാളുകളായി ഈ വചന കേൾവി തീരണം എന്നുള്ളതാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാനൊരു വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഭവനത്തിൽ എത്തുമ്പോൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഉള്ള ക്രമീകരണം, മുൻപിൽ ലഭിച്ച ഭക്ഷണം കറികൾ ഒഴിച്ച് കഴിക്കുന്നതിന് വേണ്ടി അത് ആദ്യത്തെ ഉരുള വായിലേക്ക് വെക്കുമ്പോൾ എൻ്റെ ഇടവാങ്ങം എന്നോട് ചോദിച്ചു, അച്ഛനിപ്പോൾ എവിടെയാ? ഞാൻ പറഞ്ഞു, പാസ്നയിലുണ്ട്. അത്യാവശ്യമായിട്ടും ഒരു സ്ഥലത്തേക്കൊന്ന് ഓടി വരാമോ? ഞാൻ ചോദിച്ചു, എന്താ, എവിടെയാ? അതിൻ്റെ സ്ഥലത്താ. ഏതാണ്ട് ഒരു 13-14 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഞാൻ ചോദിച്ചു, കാര്യം എന്താ? അച്ഛാ, എത്ര തിരക്കുണ്ടെങ്കിലും ഓടി വരണം. ഞാൻ ആ ഭക്ഷണം അവിടെ വെച്ചതിന് ശേഷം കുപ്പായം എടുത്തിട്ടു അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു കുടുംബം മുഴുവൻ ജീവിതം വേണ്ട എന്ന് വെച്ച് പര്യവസാനിപ്പിക്കാനുള്ള ക്രമീകരണമാണ്. ഈ വിവരം അറിഞ്ഞുകൊണ്ടാണ് ആ കുടുംബത്തിലെ അംഗമായ എൻ്റെ ഇടവാംഗമായ ഒരാൾ അവിടെ ഓടി അവരുടെ വികാരി അച്ഛനെ ക്ഷണിക്കുന്നു. ഞാൻ കുറേ നേരം ശാന്തമായി അവിടെ ഇരുന്നു. സാഹചര്യങ്ങളൊക്കെ കേട്ടു. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായ ഒരു കാര്യം. 2 മക്കളിൽ മകൻ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ പഠിച്ച് അവൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ വിദേശത്ത് ജോലിയുള്ള പിതാവ് നാട്ടിൽ വന്ന് 15 ലക്ഷം രൂപ തുടർ പഠനത്തിന് അവൻ വിജയിക്കും, അടുത്ത പഠനത്തിന് വേണ്ടി ഒരു വലിയ സ്ഥാപനയിൽ കൊടുത്തിരിക്കുകയാണ്. കൊടുത്തത് ശരിയോ തെറ്റോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. പക്ഷേ 12ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുമ്പോൾ അവനൊരു വിഷയത്തിന് തോറ്റുപോയി. അപ്പൻ്റെ വല്ലാത്ത വാക്കുകൾ ആ കുഞ്ഞിൻ്റെ നെറുകയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. അത് ദിവസങ്ങൾ അവനെ അലട്ടിയപ്പോൾ അവൻ തക്കം പാർത്തു.
കെട്ടിപ്പണിത് പൊക്കിയിരിക്കുന്ന ബംഗ്ലാവിൻ്റെ പുറകിൽ ദീർഘകാലം വലിയപ്പന്മാരും വലിയമ്മമാരും ഒക്കെ താമസിച്ച കൂരയുടെ മുൻപിൽ തൊഴുത്തിൽ അവൻ്റെ ജീവിതം പര്യവസാനിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പര്യവസാനിച്ച പശ്ചാത്തലം 2-3 ആഴ്ചകൾക്ക് മുമ്പ് സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ ഓർക്കണം, ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ അവിടെ വന്നതിനാൽ ഇനിയും നമുക്കാർക്കും ഈ ഭൂമിയിൽ ജീവിക്കണ്ട എന്നവരവർ തീരുമാനിച്ചിരിക്കുകയാണ്. പിതാവുണ്ട്, മാതാവുണ്ട്, ഈ ജീവിതം വേണ്ട എന്ന് വെച്ച ആ സഹോദരൻ്റെ, ഈ മകൻ്റെ ഇളയ അനുജത്തിയുണ്ട്, ആ പിതാവിൻ്റെ അമ്മയുണ്ട്. ആ അമ്മച്ചി അതിനുവേണ്ടി തയ്യാറാകുന്നില്ല. എന്നാൽ കുഞ്ഞുങ്ങൾ, മക്കൾ ജീവിതം പര്യവസാനിപ്പിക്കാൻ ഞാനൊരക്ഷരം പോലും മിണ്ടിയില്ല. കുറേ നേരം കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു, കുറേ ആശയങ്ങളൊക്കെ പങ്കുവെച്ചു പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവത്തിൻ്റെ കരുണയാൽ അങ്ങനെ ഒന്നും സംഭവിക്കാതെ നാളിതുവരെയും അവർ സ്വസ്ഥതയോടെ വീണ്ടും യഥാസ്ഥാനപ്പെട്ടു വരുന്നു. അപ്പത്തിൻ്റെ ഭവനം എന്ന പേരുണ്ടെങ്കിലും അപ്പത്തിന് ക്ഷാമം. ലോകപരമായ അപ്പത്തേക്കാൾ ആത്മീകമായ അപ്പം, വന്യ മെത്രാപ്പൊലീത്ത തിരുമേനി പറഞ്ഞു, ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിൽ മാത്രമല്ല, പ്രതിസന്ധികൾ, കൊടുങ്കാറ്റുകൾ ഈ ജീവിത പടകിൽ ആഞ്ഞടിക്കുമ്പോൾ അമരക്കാരനായ ഒരു കർത്താവുണ്ട് എന്ന ജീവിതത്തിൻ്റെ ഭാരങ്ങളിൽ വിശ്വസിപ്പാൻ ഓരോ വചന കേൾവി നമുക്കിടയാകണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ഈ പന്തലിൽ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരായി മധ്യസ്ഥ പ്രാർത്ഥനയിലും സ്വാഗത വാക്കുകളിലും ഒക്കെ പറഞ്ഞു, ദൈവമേ, ഭാരത്തോടിരിക്കുന്നവരുണ്ട്, വിഷമത്തോടിരിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്, ജീവിതത്തിൻ്റെ വ്യത്യസ്ത വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നവരുണ്ട്. ജീവിതം ഒരു കയറിൽ അവസാനിപ്പിക്കാനായിട്ടുള്ളതാണ്. ഈ ആഴ്ചയിൽ തന്നെ ഏതാണ്ട് 3-4 കുഞ്ഞുങ്ങൾ ജീവിതം വേണ്ട എന്ന് വെച്ച വാർത്ത കേൾക്കാനിടയായി. ഇന്ന് എന്നെ രാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ച ഡ്രൈവറിനോട് ഞാൻ ചോദിച്ചു, എന്താ അല്പം താമസിച്ചു പോയല്ലോ, ട്രെയിൻ വരാൻ സമയം. എന്നോട് പറഞ്ഞു, വെച്ചാൽ വെളുക്കുന്നിടം വരെ ഹോസ്പിറ്റലിലായിരുന്നു. എന്ത്? എൻ്റെ ഒരു കുടുംബാംഗമായിരിക്കുന്ന ഒരു കുഞ്ഞു BCom ഫസ്റ്റ് ഇയർ, സമ്മർദ്ദമേറി ജീവിതം വേണ്ട എന്ന് വെച്ചു. അതൊരൊറ്റപ്പെട്ട സംഭവമല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ ഈ വചനത്തിൻ്റെ തണലിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ എന്തെല്ലാം നീറ്റലുകളുമായി നമ്മളിരിക്കും. കുടുംബ ബന്ധങ്ങൾ വചനത്തോടും ദൈവത്തോടുമുള്ള ബന്ധത്തിൽ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ എത്രയോ വെല്ലുവിളികളെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയും. രാവിലെയും വൈകുന്നേരത്തും കുടുംബ പ്രാർത്ഥന, പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്ന മുൻ തലമുറകളുടെ കണ്ണുനീരും ശബ്ദവും, ഭക്ഷണം ദിവസങ്ങൾ വേണ്ട എന്ന് വെച്ച് തലമുറകൾക്ക് വേണ്ടി കഠിന ഉപവാസത്തിലിരുന്ന് ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന പൂർവികരുടെ ജീവിതാനുഭവങ്ങൾ ഒക്കെ സഭയിലൂടെ, ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് 1ാമത്തെ രാത്രിയിൽ ഈ വചനകൂടാരത്തിൻ്റെ തണലിൽ നിന്ന് നാം നമ്മുടെ കൂരയിലേക്ക് പോകുമ്പോൾ ഈ ദിവസങ്ങളിലെ വചന കേൾവിയൊക്കെ എന്നോട് സംസാരിക്കണം. വന്യ പിതാക്കന്മാർ നമ്മുടെ സന്നിധിയിലുള്ളത്, നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമല്ല നമ്മൾ വരേണ്ടത്. നിശ്ചയമായും എൻ്റെ ദേശത്തെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും വളർന്നു വരുന്ന തലമുറകളെക്കുറിച്ചും ജനിപ്പാനിരിക്കുന്ന തലമുറകളെക്കുറിച്ചും കണ്ണുനീരും വേദനകളും സങ്കടങ്ങളുമുള്ള മനുഷ്യരായി തീരുവാൻ ദൈവമേ വചന കേൾവിയിലൂടെ എനിക്ക് സഹായിക്കണം. ഞാനതിൻ്റെ ആദ്യത്തെ ഭാഗം വിടട്ടെ. അതിൻ്റെ 3ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, ദൈവം കൈവിട്ടു എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തയിലേക്കാണ് വരുന്നത്. ദൈവം കൈവിട്ടു. പക്ഷേ ദൈവം കൈവിട്ടു എന്ന് ചിന്തിക്കുമ്പോഴും കല്ലറകളുടെ നാടിനെ എല്ലാറ്റിൻ്റെയും അവസാനമായി നവോമി കാണുന്നില്ല എന്നുള്ളതാണ്. കല്ലറകളുടെ നാടുകൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും ഈ കല്ലറകൾ എല്ലാറ്റിൻ്റെയും അവസാനമല്ല. ഇന്നലെ എൻ്റെ ഇടവകയിൽ 39 വയസ്സ് പ്രായമുള്ള ഒരു യൗവനക്കാരൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുണ്ടായിരുന്നു. നമുക്ക് വിശ്വസിപ്പാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായി വൈദ്യശാസ്ത്രത്തിന് വേണ്ടി പണം ചെലവാക്കി ഇടവക കൂടെ നിന്നു. അറിവുള്ളവരും സ്നേഹമുള്ളവരും ഒപ്പം നിന്നു. പല പ്രാവശ്യങ്ങളിൽ ആ യൗവനക്കാരനെ കാണുവാൻ ആ കുടുംബത്തിൽ ചെല്ലുമ്പോൾ അവൻ്റെ വലങ്കരം അവൻ്റെ നെഞ്ചിനോട് ചേർത്തിട്ട് പറയും, കർത്താവേ, വേദനയില്ലാത്ത നാട് അത് നീ എനിക്ക് വേണ്ടി ഒരുക്കുന്നു. സഭ മാറി ഓടിയില്ല.
വിശ്വാസത്തിൽ തളർന്നുപോയില്ല. വേദനകൾ അവനെ ദൈവം ആരാണെന്ന് ചോദിച്ചില്ല. ജീവിതത്തിന്റെ വേദനകളുടെ പാരമ്യതയുടെ മധ്യത്തിലും വിശ്വാസവും ദൈവാശ്രയവും വിട്ടുകളയാതെ പിടിച്ചു നിൽക്കുവാൻ ഇന്നലെ എൻ്റെ കണ്ണ് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ നിറഞ്ഞൊഴുകി. കാരണം ഈ വേദനകൾ അനുഭവിക്കുന്ന ഈ യൗവനക്കാരൻ്റെ, ഈ മധ്യവയസ്കിലേക്ക് പ്രവേശിക്കുന്ന ഈ മകൻ്റെ കൂടെ ഇടവകയിലെ യൗവനക്കാർ എവിടെയെല്ലാം ഓടണമോ അവരുടെ കൂട്ടക്കരച്ചിൽ കണ്ടപ്പോൾ, ആ അമ്മയുടെ കണ്ണുനീര് കണ്ടപ്പോൾ സഹിക്കാവതല്ല. മൊബൈൽ മോർച്ചറിയിൽ ഭൗതിക ശരീരം വയ്ക്കുമ്പോൾ ആ അമ്മ പറയുകയാണ്, നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് തൊടാനായിട്ട് തുറന്നു തരിക, ഒന്ന് കാണാനായിട്ട് തുറന്നു തരിക, ഒന്ന് തൊടാനായിട്ട് അനുവദിക്കുക. ഇതൊക്കെ നിലവിളിക്കുമ്പോൾ ആരുടെ ചങ്കാണ് പ്രിയപ്പെട്ടവരെ തകരാതിരിക്കും? ഇത്രയും കുഞ്ഞുങ്ങൾ ഇവിടെ വന്നതിൽ, ഇത്രയും യൗവനക്കാരിവിടെ വന്നിരിക്കുന്നതിൽ, എഴുതുവാനുള്ള താല്പര്യത്തോടുകൂടെ നമ്മളുടെ കുഞ്ഞുങ്ങളെ ഒരുക്കി അയച്ച എല്ലാ മാതാപിതാക്കന്മാരെ അഭിനന്ദിക്കുമ്പോൾ ഇത് ഇന്നത്തേക്ക് വേണ്ടി മാത്രമാകരുത്. ഒരായുസിന്റെ അവസാന ശ്വാസം വരെയും ഇത്തരണത്തിൽ അവരെ ഒരുക്കുവാൻ തക്കവണ്ണം നമ്മളെ ദൈവമേ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. കടുത്ത വേദനകളിൽ ഉറച്ച ദൈവാശ്രയത്തിലും ദൈവവിശ്വാസത്തിലും ജീവിത യാഥാർത്ഥ്യങ്ങളെ അവൾ നേരിടുകയാണ്. നമുക്ക് കഴിയുമോ? കുടുംബാംഗങ്ങളുടെ അകാലത്തിലും അല്ലാതെയുമുള്ള വേർപാടുകളിൽ ഏകരായി തീരുന്നവർക്ക് നവോമി ഒരു മാതൃകയായി നിലകൊള്ളുകയാണ്. ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ടവർ ഇവിടെ കാണും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയൊക്കെ ആവലാതിയിലും വേവലാതിയിലൂടെ കൂടെ കടന്നു പോകുന്നവർ കാണും. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ജീവിതം ഒരിക്കലും തളർന്നു പോകാനായിട്ടുള്ളതല്ല. നമ്മൾ അഭിമുഖീകരിക്കുവാൻ പറ്റാത്തതായ പ്രതിസന്ധികൾ പല വിധത്തിൽ നമ്മളെ അലട്ടും. വചനത്തിലൂടെയും ദൈവത്തിലുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലും ഈ സഭയിലൂടെ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രോത്സാഹനജനകമായ ആരാധനകളിലൂടെയും കൂട്ടായ്മകളിലൂടെയും എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് അഭിമുഖീകരിക്കുവാനായിട്ട് കഴിയണം. നമുക്കറിയാം, ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷണറി ആയിരുന്ന ഗ്രഹാം സ്റ്റെയിനും കുടുംബവും ഒറീസയിൽ 1999 ജാനുവരി മാസം 22 പാതിരാവിൽ അഭിമുഖീകരിച്ച ഒരു പ്രശ്നം എന്തായിരുന്നു? 26 വർഷം കഴിഞ്ഞ ആഴ്ച പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ജാനുവരി മാസം 22 ആയപ്പോൾ ഭാര്യ ഗ്ലാഡീസിനോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും വെന്തരിയുവാൻ മുഖാന്തരമായ ആളുകൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണ്? എന്ത് ശിക്ഷ കൊടുക്കണം? അവൾ പറഞ്ഞു, ക്രിസ്തു പഠിപ്പിച്ചത് ക്ഷമയുടെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വഴികളാണ്. നമ്മളെ തോൽപ്പിക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷകൾക്ക് വിരുദ്ധമായത് ജീവിതാനുഭവങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ഇപ്പോഴും അഭിമുഖീകരിക്കുന്നുണ്ടാകാം. എങ്ങനെ കഴിയും? നിശ്ചയമായും വന്യപിതാക്കന്മാർ നമ്മളോടിപ്പോൾ അറിയിച്ചതുപോലെ ജീവിക്കുന്ന ദൈവ സാന്നിധ്യം അകലെയല്ല, ഒപ്പം എൻ്റെ ഉള്ളിൽ സഹയാത്രികൻ, എൻ്റെ അനുഭവങ്ങളെ ആരാഞ്ഞറിയുന്നവൻ, എൻ്റെ നെറുകയിൽ കരം വെച്ച് ആശീർവദിക്കുന്നവൻ അകലെയല്ല, ആടിയുലയുന്ന എൻ്റെ ഈ പടകിൻ്റെ ഉള്ളിലാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തണം. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ മല്ലശ്ശേരി എന്ന് പറയുന്ന ആ ഗ്രാമപ്രദേശത്ത് 2-3 ആഴ്ചകൾക്ക് മുൻപ് ഒരു വീട്ടിൽ 4 മരണം. വന്യ തിരുമേനി ഈ പ്രകൃതിക്ഷോഭത്തിൽ നിര്യാതരായ മരണമടഞ്ഞ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ഒരു വീട്ടിൽ 2 അപ്പന്മാർ നവദമ്പതികളുടെ അപ്പന്മാരായി പ്രതീക്ഷകളോടുകൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അല്പസമയത്തെ കണ്ണടഞ്ഞപ്പോൾ വാഹനം കയ്യിൽ നിന്ന് പോയത്. 4 ബോക്സുകളാണ്. ഇയ്യോബിൻ്റെ ജീവിതാനുഭവങ്ങളിലെ പോലെ. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം കടമ്പകൾ കടന്നാൽ ഒരു ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും. നവോമി കല്ലറകളുടെ നാടിനെ എല്ലാറ്റിൻ്റെയും അവസാനമായി കാണുന്നില്ല. ഒരു തിരിച്ചുവരവിൻ്റെ തീരുമാനം അവളിൽ നാമ്പെടുക്കുകയാണ്. അതിനാണ് അഭിയന്യ മക്കാറിയസ് തിരുമേനി പറഞ്ഞത് മാനസാന്തരം എന്ന് പറയുന്നത്. ജീവിതത്തെ തോൽപ്പിക്കുവാൻ ലോകത്തിലെ തിന്മശക്തികൾക്ക് കഴിയുകയില്ല. ഞാൻ പലപ്പോഴും പറയും, ജീവിതം തോറ്റുപോകുന്ന സാഹചര്യങ്ങൾ എത്തിയിരുന്നാലും ആരും സഹായിക്കാനില്ലെങ്കിലും ദൈവം കഴിഞ്ഞാൽ എനിക്ക് ഞാനുണ്ട് എന്ന് പറയുവാനുള്ള മനോധൈര്യം നമുക്കുണ്ടാകുമ്പോഴാണ്
ഈ വെല്ലുവിളികളുടെ മുൻപിൽ നമ്മൾ പതറാതെ നിൽപ്പാൻ സാധിക്കുന്നത്. ദൈവം കഴിഞ്ഞാൽ ആരുമില്ലെങ്കിലും എനിക്ക് ഞാനുണ്ട് എന്ന് പറയാനായിട്ട് കഴിയണം. നവോമി അങ്ങനെ തീരുമാനമെടുക്കുകയാണ്. അവൾ ഒരിക്കലും ജീവിതം അവിടെ മരണപ്പെട്ടവരോടുകൂടെ പര്യവസാനിപ്പിക്കുവാൻ അവൾ ശ്രമിക്കുന്നില്ല. ഒരു തിരിച്ചറിവിൽ തീരുമാനം എടുക്കുകയാണ് അവൾ. ജീവിച്ചേ മതിയാകൂ, നിലനിന്നേ മതിയാകൂ എന്ന തിരിച്ചറിവാണ് തിരിച്ചുവരവിനായി അവളെ പ്രാപ്തയാക്കുന്നത്. എനിക്ക് ജീവിക്കണം. മെത്രാപ്പൊലീത്ത തിരുമേനി പറഞ്ഞു, പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഒരുപാട് ആളുകളൊന്നും ഇല്ല അവിടെ ആർക്കും കയറാനും പറ്റുകയില്ല. അവർ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവങ്ങളുടെ മധ്യത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഹൃദയത്തിൽ ആവസിപ്പിച്ച് പാടുകയാണ്. പാട്ടെവിടെ കൊണ്ടുവന്നെത്തിച്ചു? കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളക്കുക മാത്രമല്ല, അവിടെ നിൽക്കുന്നവരെ അതിശയിപ്പിക്കുമാറ് അവർക്ക് പോലും ഒരു രൂപാന്തരമുണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, സമയം അതിക്രമിച്ച് പോകുന്നതിനാൽ വേഗം അതിൻ്റെ പര്യവസാനത്തിലേക്ക് വരട്ടെ. ഒരു തിരിച്ചുവരവ് നമുക്ക് ആവശ്യമാണ്. അവൾ തീരുമാനിക്കുമ്പോൾ മരുമക്കളെ അരികിൽ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ കൂരകളുടെ തണലിലേക്ക് മടങ്ങിപ്പോകണം. നിങ്ങളുടെ കൂരകളുടെ തണലിലേക്ക് മടങ്ങിപ്പോകണം. ബാക്കി നിങ്ങൾ ആ വേദഭാഗത്തുനിന്ന് വായിക്കണം. നിങ്ങളുടെ ഭാവി ഒരിക്കലും എൻ്റെ കൂടെ വന്ന് ബലിയായി തീരരുത്. നമ്മൾ ആ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ, 1-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധിച്ചാൽ, ചുംബനം നൽകി ഓർപ്പ പിരിയുമ്പോഴും രൂത്ത് നവോമിക്കൊപ്പം യാത്ര തുടരും എന്ന ഉറച്ച നിലപാടുകളാണ് എടുക്കുന്നത്. ഒരാൾ പോകുമ്പോഴും ഇന്നത്തെ പുസ്തകത്തിന് നമ്മൾ വായിച്ചതുപോലെ രൂത്ത് ശക്തമായ നിലപാട് എടുക്കുകയാണ്. ലോകപ്രകാരം ചിന്തിച്ചാൽ രൂത്തിൻ്റെ തീരുമാനം ബുദ്ധിമോശമാണ്. കാരണം അമ്മാവിയമ്മ തന്നെ പറയുന്നു, നവോമി തന്നെ പറയുന്നു, നിങ്ങളുടെ കൂരയിലേക്ക് പോകണം. കാരണം യാതൊരു പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും വകയില്ലാത്ത ഒരു തീരുമാനമാണ് രൂത്ത് എടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം. ഇതെവിടെ ചെന്നെത്തും എന്നത് നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ സാധിക്കും. സ്നേഹബന്ധത്തെയും കടപ്പാടുകളെയും ലാഭനഷ്ട കണക്കുകളിൽ തൂക്കി നോക്കുവാനോ അളന്നു നോക്കുവാനോ രൂത്ത് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ലാഭം വന്നാലും നഷ്ടം വന്നിരുന്നാലും ഈ ദിവസങ്ങളിൽ, ഈ പ്രതിസന്ധികളിൽ ഒരുപാട് പാഠങ്ങൾ ഞാൻ പഠിച്ചു. ആരിൽ നിന്ന്? സഹനത്തോടെ നൊന്തു പ്രസവിച്ച ഒരമ്മയുടെ സഹനം ഞാൻ പഠിച്ചു. പ്രതീക്ഷയോടും പ്രത്യാശയോടും യാത്ര ആരംഭിച്ചിട്ടും കല്ലറ ഒന്നാമത് സൃഷ്ടിക്കുമ്പോൾ, രൂപപ്പെടുത്തുമ്പോൾ ആ കണ്ണുനീരിൻ്റെ വിലയിൽ തോറ്റുപോകാതെ അവശേഷിക്കുന്നവർക്ക് വേണ്ടി നിലപാടെടുത്ത നിലപാടുകളെ രൂത്ത് അമ്മാവിയമ്മയിൽ നിന്ന് ദർശിക്കുകയാണ്. ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. റൂത്തിൻ്റെ തീരുമാനവും നിലപാടുകളും അബ്രഹാം പിതാവിനെ പോലെ ഒരു വിശ്വാസ യാത്രയുടെ തീരുമാനമായിരുന്നു. കാണിപ്പാനിരിക്കുന്ന ദേശം വ്യക്തതയില്ലാതിരുന്നിട്ടും എടുത്ത തീരുമാനം ഉറച്ച തീരുമാനമായിരുന്നു. അവൾ പറയുന്ന വാക്യമാണ് നമ്മൾ വായിച്ചത്, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ മരിച്ച് അടക്കപ്പെടുന്ന ഇടത്ത് ഞാനും അടക്കപ്പെടും. വായിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. ആർക്ക് പറയാൻ സാധിക്കും? ഇത്രമാത്രം ശക്തമായൊരു നിലപാടെടുക്കാൻ ആർക്ക് സാധിക്കും? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശാശ്വതമായ ബന്ധത്തിൻ്റെ ശക്തീകരണമാണ് റൂത്ത് വെളിവാക്കുന്നത്. ശാശ്വതമായ ബന്ധത്തിൻ്റെ ശക്തീകരണം റൂത്ത് വെളിവാക്കുകയാണ്. ഈ അടുത്ത സമയത്തൊരു ഓൾഡ് ഏജ് ഹോമിലേക്ക് വൃദ്ധരായ ആളുകളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്ക്, മാർത്തോമാ സഭയുടെ അല്ല, ഒരു ഫോൺ സന്ദേശം അവിടെ സേവനം ചെയ്യുന്ന ഒരു വൈദികനോട് ഒരു സ്ത്രീ ചോദിക്കുന്നു, അച്ചോ, എൻ്റെ ഭവനത്തിൽ വളർത്തിയ ഒരു നായ നഷ്ടപ്പെട്ടിരിക്കുന്നു, അച്ഛൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ തണലിലുണ്ടോ? അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ആരാണ്? എന്താ നിങ്ങൾ ഈ ചോദിക്കുന്നത്? അച്ചോ, 1 മണിക്കൂറിന് മുമ്പ് ഞാൻ അവിടെ എത്തിയിരുന്നു. എൻ്റെ വീട്ടിലുള്ള ഒരു അമ്മയുമായി, എൻ്റെ കൂടെ വാഹനത്തിൽ വളർത്തുനായുണ്ടായിരുന്നു. ഞാൻ അമ്മയെ അവിടെ ആക്കിയ ശേഷം ഇവിടെ വന്ന് എൻ്റെ ഡോറ് തുറന്ന്
കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിന് മുമ്പ് ആ നായ്ക്കുട്ടിയെ കാണാനില്ല. ഇവിടെയെല്ലാം പരതിയിട്ട് അച്ഛൻ ഫോൺ താഴെ വെച്ചതിന് ശേഷം പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഇതുപോലെ ഒരു ഫോൺ വന്നു, ശരിയോ നോക്കാൻ പറഞ്ഞു. അവർ കുറേ നേരം നോക്കിയതിന് ശേഷം പറഞ്ഞു, ഉണ്ടച്ച, ഈ കോമ്പൗണ്ടിലുണ്ട്. നിങ്ങൾ വായിച്ചെടുക്കുക പ്രിയപ്പെട്ടവരെ. ഒരു വളർത്തുനായോടുള്ള ബന്ധം പോലും ഇല്ലാതെ നമ്മളെ നൊന്ത് പ്രസവിച്ച നമ്മളുടെ മാതാപിതാക്കന്മാരെ സഹനത്തിന്റെ തണലിൽ ചേർത്ത് പിടിക്കുവാൻ കഴിയാതിരിക്കുന്ന വചനബന്ധം എന്ത് ബന്ധമാണ്? പിടിക്കുന്നവരുണ്ട്, അത് മറക്കുന്നില്ല. എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നിരുന്നാലും അവസാന ശ്വാസം വരെയും ചേർത്ത് പിടിക്കുന്നവരുണ്ട്. അതവരുടെ കടപ്പാടാണ്. ഓരോ വചന കേൾവിയും നമുക്കുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളും ധാരണപ്പെശകളും തിരുത്തി മടങ്ങി വരണം. വീട്ടിലേക്കല്ല, ദൈവം തമ്പുരാന്റെ കാലിന്റെ ചുവട്ടിലേക്ക്. നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. പോകുന്നത് എവിടെയാണെങ്കിലും നിന്റെ കൂടെയുള്ള, നീ ആശ്രയിച്ച, നീ വിശ്വസിച്ച, നിന്നെ നിലനിർത്തിയ ദൈവത്തെ ഞാൻ നിന്നിലൂടെ കാണുകയാണ്. ഭദ്രാസനം കുടുംബവർഷമായി അനുസ്മരിക്കുന്ന ഈ വർഷത്തിൽ വേദഭാഗം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോഴും സ്വഭാവ ശ്രേഷ്ഠത കൊണ്ട് ദൈവത്തോടും സമൂഹത്തോടും കുടുംബാംഗങ്ങളോടും നമ്മോട് തന്നെയും നീതിബോധത്തിലും വിശ്വസ്തതയിലും നിഷ്കളങ്കതയിലും എങ്ങനെ നിലകൊള്ളണം എന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്വഭാവ ശ്രേഷ്ഠത കൊണ്ട് ദൈവത്തോടും സമൂഹത്തോടും കുടുംബത്തോടും കുടുംബാംഗങ്ങളോടും നമ്മളോട് തന്നെയും എങ്ങനെ നീതിപൂർവമായ ഒരു ജീവിതം കാഴ്ചവെക്കാനിടയാകണം. ഈ അടുത്ത സമയത്ത് ഒരു കുഞ്ഞിന് കല്യാണം ആലോചിച്ചപ്പോൾ അവളോട് ചോദിച്ചു, നിന്റെയും കൂടെ അഭിപ്രായം? ആ പെങ്കൊച്ച് പറഞ്ഞു, ആൺമക്കളുള്ള വീടാണ്, പെൺമക്കൾ വേണ്ട, അങ്ങനെയുള്ള വീട് നോക്കുന്നതേറെ ഇഷ്ടം. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, വേറെ എന്തെങ്കിലും നിന്റെ അഭിപ്രായമുണ്ടോ? ഇളയ മകൻ ആകാതിരിക്കുന്നതാണ് നല്ലത്. ബാക്കി നിങ്ങൾ വായിച്ചുകൊള്ളുക. ഇളയ മകനായാൽ എന്നാ സംഭവിക്കും? ഇളയ മകനാകുമ്പോൾ ഒരുപാട് കടപ്പാടുകൾ ചെയ്യാനായിട്ടുണ്ട്. നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കറിയാം, നിങ്ങൾ വായിച്ചു കഴിഞ്ഞ് എന്നേക്കാൾ മുൻപേ അങ്ങനെ തന്നെ ആ പെൺകുട്ടിക്ക് സംഭവിച്ചു. ആൺമക്കൾ മാത്രമുള്ളത്. ഒരുപക്ഷെ ഈ ചാനൽ കാണുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, അങ്ങനെ തന്നെ സംഭവിച്ചു. ആൺമക്കളുള്ളത്, മൂത്തത്. പക്ഷേ എന്ത് സംഭവിച്ചെന്നറിയാവോ? വർഷങ്ങൾ ചിലത് കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം അവൾക്ക് ലഭിച്ചില്ല. നമ്മളുടെ തീരുമാനങ്ങളൊക്കെ നല്ലതാണ്. നമ്മൾ അറിഞ്ഞുമറിയാതെയുമൊക്കെ നമ്മളുടെ സന്തോഷത്തിനായി ചിലതൊക്കെ രൂപപ്പെടുത്തും. എന്നാൽ സ്വർഗം ആഗ്രഹിക്കുന്നത് അതല്ല, നമ്മളുടെ സുഖം മാത്രമല്ല. ഒരു സാമൂഹ്യ ജീവിയായി ദൈവം തമ്പുരാൻ പ്രതിച്ഛായയിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മളുടേതായ ചില കടപ്പാടുകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് തിരിച്ചറിഞ്ഞേ മതിയാകൂ. ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഈ വചനകൂടാരത്തിൻ്റെ തണലിൽ നിന്ന് നമ്മൾ മടങ്ങാൻ പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഓർക്കണം. ബേത്ലഹേമിലെത്തിയ നവോമിയെ സഹർഷം ജനങ്ങൾ സ്വീകരിക്കുന്നതായിട്ടാണ് അതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കുന്നത്. അവിടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 19-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം, ഇവൾ നവോമിയോ എന്നാണ് ചോദിക്കുന്നത്. ഇവൾ നവോമിയോ. സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോഴും ഈ ചോദ്യം വേദനാജനകമായിട്ട് എനിക്ക് തോന്നി. ഇവൾ നവോമിയോ. എന്തുകൊണ്ടാണ്? ക്ഷാമം മുഖാന്തരം മറ്റൊരു ദേശത്ത് ചെന്നപ്പോൾ രൂപം കെട്ടവളായി സ്വദേശത്തേക്ക് മടങ്ങി വന്നപ്പോൾ പണ്ട് കണ്ട രൂപമല്ല, പട്ടിണിക്കോലമായി. അവളുടെ ശരീരത്തിന് മാത്രമല്ല, അവളുടെ മനസ്സും തകർന്ന വിധം ആയിരുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് ആ സ്ഥിതിവിശേഷം അവൾക്കുണ്ടായത്. രൂപം കെട്ട അനുഭവങ്ങൾ. എന്തുമാത്രം കഷ്ടപ്പെട്ടതാണ് നമ്മളുടെ മാതാപിതാക്കന്മാർ നമ്മളെ ഈ രൂപത്തിലും ഭാവത്തിലും കൊണ്ടുവരുവാൻ. എത്ര ദിനരാത്രങ്ങൾ അവർ ഉറക്കം വേണ്ട എന്ന് വെച്ചു. നമുക്ക് വേണ്ടി എന്തുമാത്രം സഹനം ഉണ്ടാക്കി. ജീവിതത്തിൻ്റെ പല വൈതരണികളിലൂടെ കടന്നു പോകുമ്പോൾ ചെറുപ്രായം മുതൽ നെഞ്ചിലേക്കും തോളിലേക്കും ഇട്ട് നമ്മുടെ ശരീരം വേണ്ട എന്ന് വെച്ചിരിക്കുന്ന വിസർജ്യ വസ്തുക്കൾ ഛർദിലായി
മറ്റു രൂപത്തിലായി വരുമ്പോൾ സ്വന്തം കയ്യിൽ വാങ്ങി കുടഞ്ഞ് നമ്മെ ഓമനിച്ച് വളർത്തിയ അനുഭവങ്ങൾ. ഞാനൊരു ചെറുനായ്ക്കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, 2 ആൺമക്കളുടെ കാര്യം പറഞ്ഞല്ലോ, ഇളയവർ വേണ്ട എന്നൊക്കെ. നമ്മൾ എടുക്കേണ്ട തീരുമാനം, പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ കൺവെൻഷനും കൂടിവരവുകളും ചില ബോധ്യപ്പെടുത്തലുകളിലേക്ക് നമ്മളെ നയിക്കുകയാണ്. എൻ്റെയും രൂപം കെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. 43 ദിവസമായി എൻ്റെ ഒരു സുഹൃത്ത് അമൃത ഹോസ്പിറ്റലിലുണ്ട്. ആ ഭർത്താവിൻ്റെ ലിവർ കൊടുത്തിരിക്കുകയാണ്, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. 2 പേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് സ്വന്തം ജീവിത പങ്കാളിക്ക് വേണ്ടി രക്ഷപ്പെടുത്തു. അനുജൻ പറയുന്നു, ചേട്ടാ ഞാൻ കൊടുക്കാം, എൻ്റെ കരള് കൊടുക്കാം, നീയും നിന്റെ ഭാര്യയും ഒരുപോലെ തളർന്നു പോയി കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ വളർത്താൻ എങ്ങനെ കഴിയും? ഞാൻ കൊടുക്കാം. എന്നിട്ടൊരു കരച്ചിലാണ് ആ സ്നേഹിതൻ. ഞാൻ ചോദിച്ചെന്തിനാ കരഞ്ഞേ? ദൈവം ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു. അടുത്ത് നിന്നൊരു ഹൈന്ദവ സ്ത്രീ ആ യൗവനക്കാരൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, കുഞ്ഞേ, ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യില്ല, വേദനകൾ വരുമ്പോൾ ദൈവം ഒപ്പം നിൽക്കും. ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ മാത്രമല്ല ഈശ്വര സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ആളുകളും ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. നമ്മൾ മാത്രമല്ല ദൈവരാജ്യത്തിൽ എത്തുന്നത്. വേദപുസ്തകം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പല ഭാഷക്കാരും ഗോത്രക്കാരും വംശക്കാരും ജാതിയിൽ ഉൾപ്പെട്ട സകല നീതിയോടെ പ്രവർത്തിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഓരോ കൺവെൻഷനും കൂടിവരവുകളും ചില ബോധ്യപ്പെടുത്തലുകൾ നമുക്ക് നൽകുകയാണ്. പ്രോഗ്രാം ലിസ്റ്റിൽ 2025 കൺവെൻഷൻ അവസാനിപ്പിക്കാനായിട്ടല്ല, കടപ്പാടുകൾ ഏറ്റെടുക്കുവാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, രൂപം കെട്ടത് പട്ടിണി കൊണ്ട് മാത്രമല്ല, മനോവ്യസനം കൊണ്ടും ആകുന്നു. അതുകൊണ്ട് പ്രതികൂലതകളുടെ മധ്യത്തിൽ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുവാൻ ഈ രാത്രിയിൽ ദൈവം തമ്പുരാൻ നമ്മളെ ക്ഷണിക്കുകയാണ്. 2ാമത്തെ സന്ദേശം, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ, ലോകം കൈവിട്ടാലും സമൂഹം മറന്നിരുന്നാലും, അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ വെല്ലുവിളികൾ ഉയർത്തുമ്പോഴും ദൈവം കണ്ട പദ്ധതിക്ക് വിരാമമിടുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു ബോവാസ് കണ്ടുമുട്ടുന്നത്. ബോവാസിന്റെ സമീപനം നിങ്ങൾക്ക് ഹൃദ്യമായ ഭാഷയിൽ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാം. വളരെ ആർദ്രവോടെ, സ്നേഹത്തോടെ, സ്നേഹസമ്പന്നതയോടുകൂടെ വാക്കുകളിലും പ്രവൃത്തികളിലും ആ തൻ്റെ വയലിലേക്ക് ചേർന്ന് നിൽക്കുവാൻ, കതിരുകൾ പെറുക്കുവാൻ ചെല്ലുന്ന ഈ രൂത്തിനെ സഹായിക്കുക. അവിടെയുള്ള പണിക്കാരോട് പറയുകയാണ്, നിങ്ങൾ കൊയ്ത് മുൻപിലോട്ട് പോകുമ്പോൾ ആ കറ്റയിൽ നിന്ന് വലിച്ചിട്ട് കൊടുക്കണം. പുറകിൽ നിൽപ്പുണ്ട് പറക്കാൻ ചില ആളുകൾ. ആരാണെന്നൊക്കെ അവൾ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവളെ, ബോവാസ് മനസ്സിലാക്കി. ഒടുവിൽ ഒരു വീണ്ടെടുപ്പുകാരനായി ബോവാസ് എത്തിച്ചേരുക. അമ്മായിമ്മയുടെ വാക്കുകൾ ഓരോ ദിവസവും ശ്രദ്ധയോടെ കേട്ട് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു വലിയ ആരോഗ്യപരമായ ബന്ധത്തിൽ എടുത്ത തീരുമാനങ്ങളാണ് അവളുടെ വീണ്ടെടുപ്പിന് മുഖാന്തരമായി തീർന്നത്. ലോകം കൈവിടുന്ന സാഹചര്യങ്ങളുണ്ടാകും, പ്രിയപ്പെട്ടവർ ഓടി അകലുന്ന സാഹചര്യങ്ങളുണ്ടാകും, എല്ലാം പര്യവസാനിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. എന്നാൽ സ്വർഗത്തിൽ ഒരു വീണ്ടെടുപ്പുകാരനുണ്ട് എന്നുള്ളത് ഓർക്കണം. നമ്മളുടെ കണക്കിൻ പ്രകാരമല്ല. അബ്രഹാം പിതാവ് ഇറങ്ങിയതുപോലെ, യാത്ര ചെയ്തതുപോലെ, ഈ രൂത്തമ്മാവി അമ്മയോട് ചേർന്ന് യാത്ര ചെയ്തപ്പോൾ അവളെ വീണ്ടെടുത്ത ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട്. അവളെ സഹായിച്ച ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് ഈ രാത്രിയിൽ പറയുന്നു. ഞാനൊരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസം ബാക്കി വേദഭാഗങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, രൂപം കെട്ട ഒരു സ്ത്രീയുടെ അരികിൽ മറ്റൊരു സ്ത്രീ വന്നിട്ട് പറയുകയാണ്, എന്തു പറ്റി നിനക്ക്? അവളൊന്നും മിണ്ടിയില്ല, രൂപം കെട്ടതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എന്നാൽ അവളുടെ നെഞ്ചിന് സമാനമായി കിടക്കുന്ന മാലയുടെ അറ്റത്തുള്ള ഒരു ലോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ തുണ്ട് പേപ്പർ എടുത്ത് നിവർത്തിയ ശേഷം 5 ഡേറ്റുകൾ കാണിക്കുകയാണ്. രൂപം കെട്ടതിൻ്റെ കാരണം 5 ഡേറ്റുകൾ. അതിൽ 1ാമത്തെ ഡേറ്റ് അവളെ താലോലിച്ച് വളർത്തിയ പിതാവിൻ്റെ വേർപാടിൻ്റെ ദിനമായിരുന്നു. 2ാമത്തെ ഡേറ്റ്
മുലയൂട്ടി വളർത്തിയ, മടിത്തട്ടിൽ വളർത്തിയ, കാൽച്ചുവട്ടിൽ വളർത്തിയ, താലോലിച്ച് വളർത്തിയ അമ്മയുടെ വേർപാടിൻ്റെ ദിനം അവൾ പറയുന്നുണ്ട്, അപ്പൻ്റെ വേർപാട് എനിക്ക് താങ്ങാൻ കഴിയാതെ വന്നപ്പോഴാണ് ഏതാണ്ട് 1.5 വർഷത്തിനുള്ളിൽ എൻ്റെ അമ്മ വേർപെട്ടു. ഞാൻ അപ്പോഴും പിടിച്ചു നിന്നു. എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ കുഞ്ഞുണ്ട്. ഏതാണ്ട് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രത്യേകമായ കരളിനുണ്ടായ പ്രശ്നം താങ്ങാൻ കഴിഞ്ഞില്ല. പിന്നെ അവളുടെ ആകെ ആശ്രയം 14 വയസ്സുള്ള തൻ്റെ കുഞ്ഞാണ്. അത് വളർന്നു വരുന്നത് കണ്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ വാഹനാപകടത്തിൽ ആ കുഞ്ഞ്. അങ്ങനെ 4 ഡേറ്റുകൾ. 5-ാമത്തെ ഡേറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ 5-ാമത്തെ ഡേറ്റിനൊരു പ്രത്യേകതയുണ്ട്. 5-ാമത്തെ ഡേറ്റ് എൻ്റെ ജീവിതം വേണ്ട എന്ന് വെക്കുവാൻ ഞാൻ കുറിച്ച ഡേറ്റാണ്. എൻ്റെ ജീവിതം വേണ്ട എന്ന് വെക്കുവാൻ ഞാൻ കുറിച്ച ഡേറ്റാണ് ഈ 5-ാമത്തെ ഡേറ്റ്. പിന്നെ നീ എങ്ങനെയാണിത് അവശേഷം? അവൾ പറഞ്ഞു, വേണ്ടാന്ന് വെക്കുവാൻ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്ന ഡേറ്റിൽ ഞാൻ അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ സാധു സുന്ദർ സിംഗിന് ഇടപെട്ട ആ ദൈവം എന്നെ ശക്തമായി അതിൽ നിന്ന് വിടുവിച്ച ഒരു അത്ഭുതത്തിൻ്റെ ദിവസമാണ്. അവൾ പറയുന്നു, ഇന്ന് ഞാൻ ജീവിക്കുന്നുവെങ്കിൽ എന്നിൽ ഇടപെട്ട ദൈവത്തിൻ്റെ ചൈതന്യം കൊണ്ടാണ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഈ 1-ാം ദിവസം ഈ പന്തലിൻ്റെ തണലിൽ നാം പോകുമ്പോൾ നമ്മൾ ഓർക്കണം, വചനബന്ധത്തിൽ ദൈവബന്ധം ശക്തിപ്പെടുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. റൂത്തിൻ്റെ ജീവിതവും നവോമിയുടെ ജീവിതവും വചനത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് അടിസ്ഥാനപ്പെട്ട് യാത്ര ചെയ്തപ്പോൾ അവർ ധന്യരായി, അനുഗ്രഹീതരായി. ഈ തിരുവചനം ഈ 1-ാം ദിവസം നമുക്ക് നൽകുമ്പോൾ നല്ല തീരുമാനങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യാം, പതറിപ്പോകാതെ യാത്ര ചെയ്യാം. ദൈവം തമ്പുരാൻ നമ്മെ തുടർന്നും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.